എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് വരുന്നവർക്കറിയാം, നമുക്കൊരു വീഡിയോ എടുത്ത് അത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല. നന്നായിട്ട് കഷ്ടപ്പാടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ യൂട്യൂബിലേക്ക് വന്നിട്ട് ഇപ്പം ഏകദേശം 3 മാസത്തോളമായി. 24-ാം തീയതി വരുമ്പോൾ 3 മാസമാകും. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ 15.5K വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ ഇത്രയും വ്യൂസ് പോകുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നൊരു 7,000 സംതിങ് വരെയാണ് എൻ്റെ ഒരു വീഡിയോ പോയിരുന്നത്. അപ്പൊ ഫസ്റ്റ് ടൈം നമ്മുടെ ഇത്രയും വ്യൂസ് പോകുന്നത് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല കേട്ടോ. കാരണം ആ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത്രയും പോയിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് 9 സബ്സ്ക്രൈബറും കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ വീഡിയോ റണ്ണിങ് ആണ് കേട്ടോ, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 15,500 സംതിങ് ആയിട്ടുണ്ട് ഇപ്പൊ അത്. അപ്പൊ വളരെ സന്തോഷം തോന്നിട്ടോ. അപ്പൊ ഈ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് തോന്നി. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനടക്കം വിചാരിച്ചിട്ടുണ്ട് നേരത്തെയൊക്കെ ഓരോ വീഡിയോ കാണുമ്പോൾ ഷോർട്സ് വീഡിയോ ഒക്കെ എന്ത് എളുപ്പമാണ് അപ്ലോഡ് ചെയ്യാന്നൊക്കെ ഞാനും കരുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാലും അതിന് എഡിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സമയം പോകുന്നത്. ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും നന്നായിട്ട് നമ്മൾ കഷ്ടപ്പെടും. ഈ വീഡിയോ ഇത്രയും വ്യൂസ് പോകുന്ന ഒരിക്കലും കരുതിയതല്ല. കാരണം ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഒരു രാത്രി 8:30 മണിക്കൊക്കെയായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം തീരെ വ്യൂസ് പോയിരുന്നില്ല. പിറ്റേന്നും അധികം വ്യൂ പോയിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞാണ് പെട്ടെന്ന് കയറി പോണത് കണ്ടത്. അപ്പൊ വളരെ സന്തോഷം തോന്നി. കാരണം ഓരോ ദിവസവും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതെങ്കിലും ഒന്ന് കയറി പോണേന്ന്. കാരണം നിങ്ങൾക്കറിയാലോ, നമുക്കൊരു ചാനൽ മോണിറ്റൈസേഷൻ ആയി പിന്നെ അതും കഴിഞ്ഞ് കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻകം കിട്ടി തുടങ്ങുള്ളൂ. ഇത് മോണിറ്റൈസേഷന്റെ 100-ൽ 1 അംശം പോലും ആയിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഈ ഒരു ചെറിയ സന്തോഷം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി ഈ സപ്പോർട്ട് തുടർന്ന് വേണം. അപ്പൊ നമുക്ക് അധികം വൈകാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പൊ നമുക്ക് ഇന്നൊരു സൺഡേ വ്ലോഗ് എടുക്കാന്ന് കരുതി. അപ്പൊ ഇന്ന് അമ്മയില്ല കേട്ടോ നമ്മുടെ വീട്ടില്. അമ്മ തറവാട്ടിൽ പോയേക്കാണ്. ഞാൻ താഴെ ചെന്നപ്പോഴാണെങ്കിൽ നല്ല മഴക്കാര് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഞാൻ താഴത്ത് എത്തേണ്ട താമസം പതിവ് പോലെ നമ്മുടെ ശിവമോള് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നാളിത് നല്ല ഉറക്കപ്പിച്ചാണ് കേട്ടോ. എൻ്റെ മേത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ചില ദിവസം നല്ല മോളായിട്ട് എഴുന്നേറ്റ് വരും. പക്ഷെ ഇന്ന് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ തോളത്തുനിന്ന് എഴുന്നേക്കാനേ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവളെ കൈ പിടിച്ചോണ്ട് എന്തേ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ചോറും ദേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതല്ലെങ്കിലും വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എന്തോ ഭാഗ്യത്തിന് സനിമോൾ ഇന്ന് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. ആൾ ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല. ചേട്ടനും ഉണ്ടായിരുന്നില്ല കേട്ടോ. സായിത്തേട്ടൻ ഓട്ടം പോയേക്കായിരുന്നു. രാവിലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സായിത്തേട്ടനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. അങ്ങനെ ശിവുവിനെയും കൈ പിടിച്ച് ഞാൻ ചായയൊക്കെ തിളപ്പിച്ചു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശിവുവിനെ ഒന്ന് വിളിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ആളെ എഴുന്നേക്കും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവു ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ചായ ഊറ്റാൻ വേണ്ടി വന്നതാട്ടോ. എനിക്ക് അവളെ കൈ പിടിച്ചത് ചായ മാത്രം ഊറ്റാൻ. അപ്പൊ അതിൻ്റെ ഇടയിൽ പിള്ളേരുടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കിച്ചണിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏത് നേരവും താഴെ വീഴപ്പോ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ അതും കൂടി അങ്ങനെ ചായയൊക്കെ ഊറ്റി വെച്ച് അത് ചൂടാറ്റിയതിന് ശേഷം ഞാൻ ശിവുവിന് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ അപ്പത്തേക്കും മൂടൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും രാവിലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം തലേന്ന് തന്നെ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇഡ്ഡലി ഉണ്ടാക്കാന്നാണ് കരുതിയത്. ഇഡ്ഡലി ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞോളുമല്ലോ. പിന്നെ ഇഡ്ഡലിക്ക് കറിയായിട്ട് ഇന്നലത്തെ നമ്മുടെ സാമ്പാർ വെച്ചതിന്റെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ചൂടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ മാവ് വന്ന് നോക്കാണ്. എന്താണെന്നറിയില്ല, ഈ രാവിലെ തന്നെ ഈ മാവ് ഇങ്ങനെ പൊന്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊന്ന് വേറെ തന്നെയാ. എന്നും മാവ് അരച്ച് വെക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാ വെക്കാറ്, ദൈവമേ ഇത് നല്ല പൊളിച്ച് പൊന്തിരിക്കണേന്ന്. പക്ഷെ ഇന്ന് നല്ല അടിപൊളിയായിട്ട് പൊന്തിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സന്തോഷമായി. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഇഡ്ഡലി ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സനിമോൾ അവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പകുതി വരെ നിന്നിട്ട് എന്നെ വിളിക്കുകയാണ് കേട്ടോ ആശത്തി. വാ വാ
ഞാനിപ്പോ ഇഡലി പാത്രം വെച്ചപ്പോ തന്നെ 2-3 മുട്ടയും കൂടി പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശിവമോൾക്ക് വെയിറ്റ് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ഓരോ മുട്ടയെങ്കിലും പുഴുങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 3 മുട്ട പുഴുങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. സാനിമോളെ എഴുന്നേറ്റ് വന്നാൽ പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ആളെ എൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നോളും. അപ്പൊ ഞാൻ ഇഡലി പാത്രത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സാനിമോൾക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വീട്ടുപണികളൊക്കെ ചെയ്യാനും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് പണി ചെയ്താലും എൻ്റെ പുറകെ നടന്ന ആളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഹെൽപ്പ് ചെയ്യാമേ എന്നൊക്കെ പറഞ്ഞിട്ട് വരും ആള്. അപ്പൊ ഇപ്പൊ ഞാൻ എണ്ണയൊക്കെ തൂക്കുന്നതൊക്കെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ പറയുന്നുണ്ട് ഞാൻ തേച്ച് തരാം, ഞാൻ ഒഴിക്കാന്നൊക്കെ. അങ്ങനെ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മാവ് കോരി ഒഴിക്കുകയാണ് കേട്ടോ. ആളെ എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചേക്കാണ്. ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ സാമ്പാർ ചൂടാക്കാന്ന് വിചാരിച്ചു. അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതെന്തുന്നാ എന്തുട്ടാ ശിവു പറ? ഈ എന്തുന്നത് അപ്പോണാ? അപ്പോണാ? ഇടിയപ്പോ അല്ല, ഇഡ്ഡലി. അങ്ങനെ കിച്ചണിൽ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ മുകളിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടുപേരെയും കുളിപ്പിച്ചിട്ട് പിന്നെ പോവാന്നങ്ങ് കരുതി. അപ്പൊ സാനു പല്ലേക്കാൻ വേണ്ടി നിക്കാണ്. അങ്ങനെ സാനുമോളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളത് മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുന്ദരി ആവാണ് അല്ലേ? ഹലോ ഗൈസ്. സൺഡേ ആണ്, പക്ഷെ ഡാൻസ് ക്ലാസ് ഇല്ല അല്ലേ? ഓക്കെ, എവിടെ പോണേ? അവിടെയൊക്കെ എഴുതി ഒന്ന് കണ്ണടങ്ങി. എവിടെയെങ്കിലും പോവാൻ നേരത്ത് സാനുവിന് അവിടെ ഒന്നും എഴുതണ്ട. സാനുമോള് പറഞ്ഞതുപോലെ ഇന്ന് സൺഡേ ആയിരുന്നു, പക്ഷെ ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ല. അവൾക്ക് സൺഡേ മാത്രമേ ഡാൻസ് ഉള്ളൂ, പക്ഷെ ഇന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, ടീച്ചർ ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങള് പോണില്ല ഡാൻസിന്. പിന്നെ എവിടെ പോവാന്ന് സാനുവിന് ഈ ഐലൻഡർ ഒന്നും എഴുതി ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല, ആൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞ് വാശിയായിരുന്നു. അപ്പൊ ഞാൻ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ശിവുവിനെയും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ചു നേരം വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ചു. അത് കഴിഞ്ഞ് താഴത്തേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ സൈത്തേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അപ്പൊ ചായയൊക്കെ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ചേട്ടൻ കുറച്ച് ചില്ലറ പൈസ സാനുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് പുതിയൊരു കാശിക്കുടുക്ക വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് ഇട്ട് വെക്കാൻ കേട്ടോ. കുറേ കാലം പറയുന്നു കാശിക്കുടുക്ക വാങ്ങിക്കണം. ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു അറിവാണ് ആൾക്ക്. അങ്ങനെ ചേട്ടൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 രൂപയെ 10 രൂപയെ. അങ്ങനെ സൈത്തേട്ടൻ ഇവിടെ വന്നിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പത്തേക്കും ചീപ്പൊക്കെ ആയിട്ട് ഒരാൾ ഓടി വന്നിട്ടുണ്ട്. എന്നിട്ട് ചേട്ടന് തലയൊക്കെ ഈരി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് പേന കിട്ടുമെന്ന് ചോദിച്ചപ്പോ ഇല്ല അമ്മ, ഈ ചീപ്പിൽ പേന കിട്ടത്തില്ല, വേറെ ചീപ്പിലെ കിട്ടണേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ചേട്ടൻ പിന്നെ പിള്ളേർ എന്ത് ചെയ്താലും ഇരുന്നങ്ങോട്ട് കൊടുക്കും, യാതൊരു കുഴപ്പമില്ല ആൾക്ക്. അങ്ങനെ തലേറലൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇഡ്ഡലി മാത്രമല്ല, ഞാൻ നല്ല ചൂട് നെയ്റോസ്റ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ രണ്ടുപേരും നേരത്തെ കഴിച്ചായിരുന്നു. പിന്നെ അച്ഛൻ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ശീലമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോ ഉച്ചക്കലത്തേക്ക് കറിക്ക് വേണ്ടിയിട്ട് ബീഫ് വാങ്ങിച്ചുകൊണ്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ അത് പോയി കഴുകി വേഗം വേവിച്ചൊക്കെ വെച്ചു. അപ്പൊ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് സാനുവിന് കഴിക്കാൻ കൊടുത്തതാട്ടോ. വെന്തോ ഉപ്പുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോ ഉപ്പുണ്ടമ്മേ എന്നൊക്കെ ആള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. സാനുവിന് ബീഫ് തിന്നാൻ കൊടുക്കാൻ മതിയോ? എടുത്തോ. ഇനി മോള് മുട്ട തൊണ്ട് വിളിക്കാനൊക്കെ പഠിച്ചല്ലേ? നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കറക്റ്റ് 1 മണിയായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചപ്പോൾ.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ മുകളിൽ വന്നപ്പോഴത്തേക്കും എന്തേ ശിവമോളെ സായിത്തേട്ടനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ താനിയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങി കഴിഞ്ഞിട്ട് ഒരു 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ദേ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് സായിത്തേട്ടൻ്റെ ഫ്രണ്ടിന്റെ വൈഫാണ് കേട്ടോ. ഫ്രണ്ടും വൈഫും അവരുടെ കുഞ്ഞു വാവേണ്ട ആളും ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞങ്ങൾ ആദ്യം ചെറായി ബീച്ചിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങൾ ദേ ഒരു ബോട്ടിങ്ങിൽ പോകാമെന്ന് കരുതിയിട്ട് മുനമ്പത്തേക്ക് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തോ പണി നടക്കുന്നതുകൊണ്ട് അവിടെ ബോട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ ഞങ്ങൾ മുനമ്പം ബീച്ചിലേക്ക് പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 5-5:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ആ സമയമായപ്പോഴത്തേക്കും കാണാനായിട്ട്. ഇതേ നോക്കിക്കേ എന്ത് രസമാണ്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു ബീച്ചിലേക്ക് എത്താനായിട്ട്. അപ്പം ദേ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സനുവിന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ബീച്ച്. ഇപ്പം അങ്ങനെ ഒട്ടും പേടിയില്ല. ഫസ്റ്റ് ടൈം അവളെ കൊണ്ടുപോയപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അന്ന് പിന്നെ കുഞ്ഞാണല്ലോ. പക്ഷെ ഇപ്പം ആളിത് അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. അതാണ് പാട്. പൊന്ന തനു കുഞ്ഞുട്ടിനെ തൊടിക്കട്ടെ മുമ്പാ കാലൂത്തിച്ചട്ടെ മണല് കുത്തിയിട്ടില്ല. തൊടിക്കട്ടെ. അങ്ങനെ ബീച്ചിലെ കളിയൊക്കെ മതിയാക്കി ഞങ്ങൾ ഒരു 6:30 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഒന്നും നോക്കിയില്ല, KFC ഓർഡർ ചെയ്തു. കാരണം നല്ല രീതിയിലുള്ള വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും 4:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങിയതാണല്ലോ വീട്ടിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ KFC ഓർഡർ ചെയ്തു. അവിടെ നിന്ന് കഴിച്ചു. ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ ബീച്ചിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും കയറിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവസാനമായിട്ട് ഞങ്ങൾ ഒരു ഫ്രഷ് ലൈമും കൂടി കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഒരു 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം തന്നെ എത്തി. അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ടാറ്റാ ബൈ ബൈ.